ഒരു വീഡിയോ ഇറക്കണേ, ഉടനെ ഇങ്ങോട്ട് അയക്കണം, ഞങ്ങൾ കാണാനിരിക്കുക. ഉൾട്ട Nimda, dozras tell me. Har tabush crack oikinim bomla. Mohino zuku, lo hakwe. ഡിബേറ്റ് ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററുമായിട്ടായിരുന്നു. അയർലൻഡിൽ താമസിക്കുന്ന ഒരു പാസ്റ്ററാണ്. ഞാൻ പറയരുത്, ഒരു തോന്നിയാസമില്ല. ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേൾക്കാൻ ചെയ്ത് ഞാനല്ല. ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും. അദ്ദേഹത്തിന്റെ പേര് ടിസൺ തോമസ് എന്നാണ്. അത് ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ഹാസ് കം ടു ഡിബേറ്റ് വിത്ത് മീ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം സാർ. എന്താണ് അദ്ദേഹത്തിന്റെ സബ്ജക്ട്? കത്തോലിക്കരുടെ ദൈവം യഹോവയാണ്. കത്തോലിക്ക സഭ ഒരിടത്തും അങ്ങനെ യഹോവയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ മോനെ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. യഹോവ എന്ന പേരിന്റെ വിവിധ രൂപങ്ങൾ, ആ രൂപങ്ങൾ അവതരിപ്പിക്കരുത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലിറ്റർജിയിൽ പരിശോധിച്ചാൽ, നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പോയി സംബന്ധിച്ചാൽ അവിടെ യഹോവയില്ല. അതിലേക്ക് വിരൽ ചൂണ്ടുന്നൊന്നും തന്നെ ഉപയോഗിക്കേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ നിലപാടാണ്. ആരുമായും ബന്ധപ്പെടുത്താതെ, ഒന്നുമായി ബന്ധപ്പെടുത്താതെ ഞാനെന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ദൈവമാണ്. അതുകൊണ്ടാണ് യാഹ്വേ എന്ന പേരിൻ്റെ അർത്ഥം ഞാൻ എന്ന് മാത്രമാണ്. ഞാൻ തന്നെ. മുണ്ടില്ല, അതല്ല, ഉടുതുണി. പിന്നെയുള്ളത് ആർക്കിയോളജിക്കൽ എവിഡൻസ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പതിവാ. മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. യഹോവയ്ക്ക് ക്രൈസ്തവരുടെ ദൈവമായിരിക്കാൻ പറ്റില്ല. സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിനെതിരെ പേര് പറയാതെ ചാട്ടുളി അയച്ച അഭിവന്ദ്യ തിരുമേനിയെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക കേട്ടോ. വലിച്ചു കെട്ടിയതിന് പുറത്ത് അവിടെ നിർത്തണവരെ. നിങ്ങൾ ദൈവത്തെ സംബന്ധിച്ച ഒരു ചോദ്യം ഒരച്ഛനോടാകട്ടെ ഒരു മെത്രാച്ചനോടാകട്ടെ ചോദിക്കുക. അത് അച്ഛാ, നമ്മുടെ ദൈവം ആരാ? യഹോവയാണോ? അച്ചോ, യേശു കുരിശിൽ കിടന്ന് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഏലി ഏലി ലമാ സബക്തനി എന്നാണ് പറയുന്നത്. 22-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഉദ്ധരണിയാണെന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഏലി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം. അപ്പോൾ എൻ്റെ ദൈവമേ എന്നാണ് യേശു കുരിശിൽ നിലവിളിക്കുന്നത്. ദൈവം എന്ന് വാക്ക് ഏലോഹിം എന്നാണ് ഹീബ്രുവിൽ കാണുക. യഹൂദർ ഒരിക്കലും ഈ പേര് ഉച്ചരിക്കുകയില്ല. എന്തുകൊണ്ട് ആണ് ഈ പേര് ഉച്ചരിക്കാത്തത്? POC ബൈബിൾ നോക്കുമ്പോഴും യഹോവ എന്നോ യാഹ്വേ എന്നൊരു വാക്കുകൂടെ കാണുന്നില്ല. എല്ലാം കർത്താവ് എന്നാണ് പറയുന്നത്. അതേസമയം ബൈബിൾ പറയുന്നു ദൈവത്തിന് വെളിപ്പെടുത്തപ്പെട്ട പേര് യഹോവയാണെന്ന്. എന്തുകൊണ്ടാണ് ഈ പേര് ഉപയോഗിക്കാത്തത്? അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ വാക്ക് ബൈബിളിൽ കാണുന്നില്ല? POC ബൈബിളിൽ വിവർത്തനം ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് കുറേയേറെ ചർച്ച ചെയ്തതാണ് എന്തു വേണം, നമ്മൾ ഈ പേര് ഉപയോഗിക്കണമോ അതോ കർത്താവിന് ഉപയോഗിക്കണമോ. ദൈവത്തോടുള്ള വലിയ ആദരവ് മൂലം പേര് ഒരിക്കലും ഉച്ചരിക്കാറില്ല. ആ പേര് 4 അക്ഷരങ്ങളാണ്. യ ഹ വ ഹ 4 അക്ഷരങ്ങൾ. അത് കാണുമ്പോൾ അവർ ആദോനായി എന്നാണ് പറയുക, എൻ്റെ കർത്താവ്. ഇപ്പോൾ ഉച്ചാരണം എന്താണെന്നുണ്ടെങ്കിലും അർത്ഥം ഇതാണ്. ഞങ്ങൾ ഈ ബൈബിൾ വിവർത്തനത്തിൻ്റെ കാലത്ത് കുറേയേറെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. എന്താണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത്തേക്കും ഐ ആം ഹു ഐ ആം എന്ന് പറയും. ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
ഞാനാകുന്നവൻ ഞാൻ തന്നെയാകുന്നു, ഞാൻ ആരായിരിക്കുന്നു അവൻ തന്നെ ആയിരിക്കും ഞാൻ. ഒരുപാട് ചർച്ച ചെയ്ത് അവസാനമാണ് ഇങ്ങനൊരു നിഗമനത്തിലേക്ക് വന്നത്, ഞാൻ തന്നെ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ പേര് ഉച്ചരിക്കുന്നില്ല? യാഹ്വേ, ഇത് യഹോവ എന്നാണ് ഉച്ചരിക്കേണ്ടത്, യാഹ്വേ എന്നാണ് ഉച്ചരിക്കേണ്ടതിനെക്കുറിച്ച് തർക്കമുണ്ടായിരുന്നു. ആരാണ് എനിക്ക് ദൈവം? യാഹ്വേയും തന്നെയാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് പ്രപഞ്ച സൃഷ്ടി മുതൽ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കാണുന്ന മുഴുവനും ദൈവത്തിൻ്റെ തന്നെ സ്വയം വെളിപ്പെടുത്തലാണ്, നിർവചനമല്ല. അതുകൊണ്ട് കർത്താവ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേര് കൂടി മനസ്സിലുണ്ട് എന്ന് ഓർക്കുക. യഹോവ എന്നല്ല യാഹ്വയാണെന്ന് ഉച്ചരിക്കേണ്ടത്. പക്ഷേ അത് ഉച്ചരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, ദൈവത്തോടുള്ള വലിയ ആദരവും ഭക്തിയും. കത്തോലിക്ക സഭ ഒരിടത്തും അങ്ങനെ യഹോവയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. അമേരിക്ക പിടിച്ച് പണിക്ക് പുറത്തുകളെ